മാറനാട്ടിലെ എൻ്റെ താമസക്കാലം ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, പഠിക്കുന്ന വിഷയം മെഡിസിനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒരു ആശുപത്രിയിലാണ് താമസിക്കുന്നത്. ആശുപത്രിയിൽ എൻ്റെ മുറി ICUവിനും NICUവിനും ഒത്ത നടുക്ക്. ICUവിൽ എന്നും തന്നെ മരണം സംഭവിക്കുന്നു, NICUവിൽ എന്നും തന്നെ ജനനം സംഭവിക്കുന്നു. ജനനത്തിനും മരണത്തിനും ഒത്ത നടുക്ക് പച്ച മനുഷ്യൻ ഒരാൾ ഞാൻ. ഏതു നിമിഷവും വാതിൽക്കൽ മുട്ട് കേൾക്കാം. ഒന്നുകിൽ ആരോ ജനിച്ചു, അല്ലെങ്കിൽ ആരോ മരിച്ചു. ധാരാളം മരണക്കാഴ്ചകൾ നേർക്കാഴ്ചകളായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ചില മരണക്കാഴ്ചകൾ അങ്ങേയറ്റം പ്രചോദിപ്പിക്കും, സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മിൽ ഉണർത്തും. മറ്റു ചില മരണക്കാഴ്ചകൾ വല്ലാതെ പരിഭ്രമിപ്പിക്കും. അസ്വസ്ഥത കലർന്ന ധ്യാനചിന്ത പകർന്നു തന്ന ഒരു മരണക്കാഴ്ച. ഒരു മനുഷ്യൻ, ധനാഢ്യനായ മനുഷ്യൻ, ഒരുപക്ഷെ ആശുപത്രിയെ മൊത്തത്തിൽ വിലക്കെടുക്കാവുന്ന വിധത്തിൽ അത്രയ്ക്കങ്ങ് പണമുള്ള ഒരാൾ, അദ്ദേഹം മരണം കാത്ത് കിടക്കുകയാണ് ICUവിൽ. അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, കുഡ് യു പ്രേ that I might be given 2 more days of extension. 2 ദിവസത്തേക്ക് എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? വിചിത്രമായൊരാഗ്രഹമല്ലേ? 2 ദിവസത്തെ എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരാൾ ദയനീയമായി യാചിക്കുകയാണ്. എന്തുകൊണ്ട്? അയാൾ ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എത്ര കിട്ടിയിട്ടും മതി വന്നിട്ടില്ല. ഫസ്റ്റ് ആകണം, ബെസ്റ്റ് ആകണം, ഫാസ്റ്റ് ആകണം, ഫിറ്റസ്റ്റ് ആകണം, ഓട്ടം തന്നെ ഓട്ടം. അത്രയ്ക്കങ്ങ് വേഗത്തിൽ ഓടാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയും മക്കളും പാതി വഴിയിൽ പാട്ടി നിർത്തിയ പോലെ അയാളിൽ നിന്ന് വേർപെട്ട് അമേരിക്കയിൽ ചേക്കേറി. ഇപ്പോൾ ഇയാൾ രോഗാവസ്ഥയിലാണെന്നറിഞ്ഞ് ഭാര്യ മക്കളോടൊപ്പം വരുന്നുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും സോറി എന്ന് പറയണം. എന്നിട്ട് സന്തോഷത്തോടെ മനഃശാന്തിയോടെ മരിക്കണം. അതുകൊണ്ടാണ് could you pray that I might be given 2 more days of extension എന്നയാൾ പറയുക. എല്ലാവരും പ്രാർത്ഥിച്ച് കാണണം. പക്ഷെ മനുഷ്യൻ്റെ മൗഢ്യമോർത്ത് ദൈവം പോലും ചിരിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. മനില ഗതാഗത കുരുക്കിന് കുപ്രസിദ്ധമാണ്. ഭാര്യ മനിലയിലെത്തി, പക്ഷേ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ എത്തിച്ചേരുന്നതും കാത്ത് ഇയാളിങ്ങനെ കിടക്കുന്നു, പുറത്തേക്ക് നോക്കിക്കിടക്കുകയാണ്. പക്ഷേ ഭാര്യയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഇയാൾ പുറത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ കണ്ണിൽ അവസാനത്തെ പ്രത്യാശയുടെ തിരിയും പുകഞ്ഞെരിഞ്ഞ് കെട്ട് കരിന്തിരിയായി. അയാൾ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ കേട്ടു. അയാൾ പറഞ്ഞത് ഇതാണ്: ഐ വാസ് ടു ബിസി, നൗ ഐ ആം ടു ലേറ്റ്. ഒരുപാട് ബിസി ആയിരുന്നു, ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അയാൾ മരിച്ചു. അയാൾ മരിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ എത്തി. അയാളുടെ വാക്കുകൾ എങ്ങനെയാണ് മനസ്സിൽ മുഴങ്ങാതിരിക്കുക? ഐ വാസ് ടു ബിസി, നൗ ഐ ആം ടു ലേറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉൾവെട്ടത്തിലേക്ക് സ്വാഗതം. മരണത്തിൻ്റെ ഉൾവെട്ടം അത് സ്വർഗത്തെ ഓർമ്മിപ്പിക്കുന്ന വെട്ടമാണ്. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞു, സിമിത്തേരിയാണ് ഏറ്റവും നല്ല ധ്യാനപ്പുര. ഫ്രാൻസിസ് അസീസി എപ്പോഴെങ്കിലും കടുകടുത്ത സ്വാർത്ഥത വരുമ്പോൾ ഒരു സഹോദരൻ്റെ തലയോട്ടിയും പിന്നെ ഒരു കുരിശുരൂപവും പിടിച്ച് സിമിത്തേരിയിലേക്ക് ചെല്ലുമായിരുന്നു അത്രേ. അവിടെ തലയോട്ടി വെച്ച് കുരിശുരൂപം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും ഉച്ചത്തിൽ, എന്നാൽ ഏറ്റവും ഹ്രസ്വമായൊരു പ്രസംഗം നടത്തുമായിരുന്നു. ദറ്റ്സ് ഇറ്റ് ഫ്രാൻസിസ്കോ, ഇത്രേ ഉള്ളൂ ഫ്രാൻസിസ്കോ. അതായത് അഹന്തയൊന്നും വേണ്ട, ആർത്തി ഒരുപാട് വേണ്ട, ഇത്രയൊക്കെ ഉള്ളൂ, മണ്ണോട് മണ്ണായി തീരേണ്ടവരാണ് നമ്മളൊക്കെ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ജീവനിലേക്ക് അയാൾ തിരികെ പോകും. നമ്മളൊക്കെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ശരിയായ ഉൾവെട്ടം കിട്ടുന്നതിന് വേണ്ടി മരണത്തെക്കുറിച്ച് ഇടയ്ക്ക് ധ്യാനിക്കുന്നതാണ്. നല്ല സുന്ദരമായ ധ്യാന വിഷയമല്ലേ മരണം. സെമിത്തേരിയാണ് ഏറ്റവും വലിയ ആത്മീയ വിദ്യാലയം. ആ പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ ഓരോ കല്ലറയും പാഠപുസ്തകം പോലെ മുന്നിലിരിക്കുകയാണ്. ഒന്ന് മറിച്ച് നോക്കുക, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനാവും. മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങൾ. ഒന്ന്, നിസാരത. ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര നിസാരരാണ്. സെയിൻറ്റ് അംബ്രോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മരണമേ, എത്ര സുന്ദരമായി, വ്യക്തമായി, എത്ര ക്രൂരമായി നീ എൻ്റെ നിസാരതയെ ഓർമ്മപ്പെടുത്തുന്നു. സത്യമല്ലേ? എത്ര നിസാരരാണ് നമ്മളെന്ന് മരണത്തിന് മുമ്പിൽ വ്യക്തമായി നമ്മൾ തിരിച്ചറിയുകയാണ്.
ഈ മുഗൾ രാജവംശത്തിൻ്റെ ചക്രമുരുളുന്ന പുരാതന ദില്ലിയിലേക്ക് നിങ്ങളൊന്ന് ചെല്ലുക. ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ നിങ്ങളൊന്ന് ഹൃദയത്തിലേക്ക് ഒപ്പിയെടുക്കുക. മനുഷ്യൻ്റെ നിസ്സാരതയെക്കുറിച്ചുള്ള പാഠമാണ് നമുക്കിവിടെ കിട്ടുക. ഈ ഷാജഹാൻ്റെയൊക്കെ കാലഘട്ടം ലോകത്തിലെ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു ഇന്ത്യ. അപ്പോൾ റിച്ചസ്റ്റ് ചക്രവർത്തിമാരായിരുന്നു മുഗൾ ചക്രവർത്തിമാർ. അവരുടെ മരണം എങ്ങനെയായിരുന്നു ധ്യാനിക്കുക. അത് തന്നെ മനുഷ്യൻ്റെ നിസ്സാരതയുടെ നേർക്കാഴ്ചകളും അടയാളപ്പെടുത്തലുകളാണ്. അക്ബർ ദ ഗ്രേറ്റ്, മഹാനായ അക്ബർ ദ ഗ്രേറ്റ് എങ്ങനെയാണ് മരിച്ചത്? പടയൊരുക്ക് നടത്തുമ്പോഴല്ല, പടപ്പുറപ്പാടിന് ഒരുങ്ങി പുറപ്പെട്ടപ്പോഴല്ല, പടക്കളത്തിൽ വെച്ചുമല്ല. അദ്ദേഹം കൊട്ടാരത്തിൽ അതിസാരം വന്ന് മരിച്ചുപോയത്രേ. അതിസാരം വന്ന് മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈദ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് മരിച്ചത്. അനേകം എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഞാൻ കടന്നു പോവുകയാണ്. ഒരാൾ അങ്ങനെയൊക്കെ കടന്നു പോവുകയാണ്. എത്ര നിസ്സാരമായിട്ടാണ് കടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയൊക്കെയുള്ള മനുഷ്യരുടെ കാര്യം. ഷാജഹാനെ മകൻ ഔറംഗസീബ് തടവിലാക്കി റെഡ് ഫോർട്ടിൽ. അവിടെ കിടന്നുകൊണ്ട് നരകിച്ച് താജ്മഹൽ നേർക്കാഴ്ചയായി കണ്ട് അയാൾ അങ്ങനെ വിഷമിച്ചു. അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ജഹന്നാര എന്ന മകൾ അയാളൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഉറുദു പാട്ടാണ്. മുസാഫിർ മുസാഫിർ ജിന്ദഗിയേക്ക് പൂലഹേ ചലക്കേ ജാവോ. യാത്രക്കാരെ ജീവിതം ഒരു പാലമാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, തടസ്സപ്പെടുത്താതിരിക്കുക. ഇനി താജ്മഹലിനെ നോക്കി ഭക്ഷണം പോലും കഴിക്കാൻ വിസമ്മതിച്ച് ശരിക്കും ഒരു ഭിക്ഷക്കാരനെ പോലെ ഈ ഷാജഹാൻ എന്ന അതിസമ്പന്ന, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ചക്രവർത്തി മരിച്ചു. ഇനി അയാളുടെ മകൻ ഔറംഗസീബ് അച്ഛനെ തടവിലാക്കി, പെങ്ങളെ തടവിലാക്കി, സഹോദരങ്ങളെ ഒന്നൊന്നായി കൊന്നൊടുക്കി. എന്നിട്ട് ആ കൊന്നൊടുക്കപ്പെട്ടവരുടെ ശിരസ് പോലും ഛേദിച്ച് ബാപ്പയ്ക്ക് സമ്മാനമായി കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യനാണ്. ഇയാളുടെ അന്ത്യനാളുകളിൽ എങ്ങനെയാണ് അയാൾ മരിച്ചത്? അയാൾക്ക് വല്ലാത്ത പേടി, വല്ലാത്ത കുറ്റബോധം. അയാൾ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. കാരണം എന്താണ്? ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പേടി. അതുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാതെ പോഷകാഹാരക്കുറവ് കൊണ്ട് പട്ടിണി കിടന്ന് പട്ടിണിക്കോലമായി മരിച്ചു. ഇതാണ് മനുഷ്യൻ്റെ നിസ്സാരതയുടെ ചിത്രം എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി നിങ്ങൾ മടങ്ങിപ്പോകും. 2, നിസ്സഹായത. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. വേറെ ഒന്നും കൂടെ പോരില്ല. മരണം വരുന്ന സമയത്ത് ഈ മാലാഖ വന്ന് വിളിക്കുമ്പോൾ ഞാൻ റെഡി ആയിട്ടില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? 1827 ബിതോവൻ എന്ന സംഗീത ചക്രവർത്തി ചിക്കാഗോയിൽ മരണം കാത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓർക്കസ്ട്രേഷൻ കണ്ടക്ടറായിരുന്ന ഗാരി ഫാൾഡ്നർ ഇങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ട്. ഈ അവസാന സമയം എടുത്തപ്പോൾ ഇദ്ദേഹം 2 കരങ്ങളിങ്ങനെ യാചനാഭാവത്തിൽ പിടിച്ചു. അതായത് ദ്രുതചലനങ്ങൾ കൊണ്ടും മൃദുചലനങ്ങൾ കൊണ്ടും സ്വർഗത്തിൻ്റെ വീജികളെ ആവാഹിച്ചെടുത്ത മാന്ത്രികമായിട്ടുള്ള വിരലുകളാണ്. ആ വിരലുകൾ ഇപ്പോൾ യാചനാഭാവത്തിൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം 8-10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത്രേ, ഗീവ് മീ സം മോർ ടൈം, എനിക്ക് കുറച്ചുകൂടി സമയം തരിക. നിസ്സഹായനായിട്ട് ഒരാൾ പിടയുകയാണ്, കുറച്ചുകൂടി സമയം തരിക. പക്ഷേ സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ സമയം കിട്ടില്ല. മനുഷ്യൻ്റെ എൻട്രി പോയിൻ്റ് ഉണ്ട്, എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. അതിനിടയിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. എക്സിറ്റ് പോയിൻറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ കടന്നു പോകണം. ഇയാൾ സങ്കടത്തോടു കൂടി മരിച്ചത്രേ. അവസാനം മൊഴി എന്തായിരുന്നു? വാട്ട് എ പിറ്റി ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. എന്തൊരു ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണിത്. വാട്ട് എ പിറ്റി ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. എന്തൊരു കഷ്ടമാണ്, എനിക്ക് ആവശ്യത്തിന് സമയം ഉണ്ടായില്ല. അതല്ല സത്യം. സമയം ഇഷ്ടം പോലെ ഉണ്ടായി, വേണ്ട വിധത്തിൽ ആഴത്തിൽ ആഴങ്ങളോടുകൂടി ഉപയോഗിച്ചില്ല. ഇതാണ് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത്. ഈ നിസ്സഹായ അവസ്ഥയിലൂടെയാണ് നമ്മളും കടന്നു പോവുക. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് വെന്നിക്കുടി പറിക്കാൻ വേണ്ടി ഓടിയിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിക്കുന്നത് 32-ാം വയസ്സിലാണ്. 33-ലേക്ക് എത്തിയില്ല, അതിനുമ്പോൾ അയാൾ മരിക്കുകയാണ്. അല്ല, എങ്ങനെയാണ് മരിച്ചത്? ബാബിലോണിൽ വെച്ച് വലിയൊരു ബാങ്ക്വറ്റ്, വിരുന്ന്, സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയതാണ്. എന്തിനു വേണ്ടി? ഇന്ത്യ കീഴടക്കം പറ്റാത്തതിന് ദുഃഖത്തോടെ ഇരിക്കുന്ന അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വലിയൊരു വിരുന്നിനിടയിൽ ഒരു സുവർണ ചഷകത്തിൽ നിന്നും അയാൾ വീഞ്ഞു നുകർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ബോധരഹിതനായി താഴെ വീണു. ആരോ പറയുന്നുണ്ട് അതിൽ വിഷമുണ്ടായിരുന്നു.
അയാളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം ആരെങ്കിലുമൊക്കെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന്. എന്തായാലും ഇയാൾ കുഴഞ്ഞു വീണു, ഓൺ ദ സ്പോട്ട് മരിച്ചു എന്ന മട്ടിൽ അയാളുടെ മൃതദേഹം സംസ്കരിച്ചു പിന്നീട്. പക്ഷേ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇന്നത്തെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ന്യൂറോട്ടിക് പാരാലിസിസ് ആയിരുന്നു. അതായത് ഇമ ചിമ്മിയാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്ക് ശരീരം റിജിഡായിപ്പോയി. അതൊരു വല്ലാത്തൊരു മാരകമായ അവസ്ഥയാണ്. അകത്തൊരു മനുഷ്യൻ ദയനീയമായി അലറിക്കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. നിങ്ങളുടെ ശരീരം ചെറുതായിട്ട് പോലും പ്രതികരിക്കുന്നില്ല. അങ്ങനെ കിടന്ന ആ മനുഷ്യൻ മരിച്ചെന്ന് കരുതി കല്ലറയിൽ സംസ്കരിച്ചു. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ദ ഡെയ്റ്റി, ദ ഡിവൈൻ എന്നങ്ങ് വിളിച്ചു. അപ്പോൾ 3 ദിവസം അവിടെ കിടന്നപ്പോഴും ചീഞ്ഞഴിയാത്ത മൃതദേഹം ദൈവികമാണെന്ന് അവർ കരുതി. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇയാൾ മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നിസ്സഹായനായി പിടഞ്ഞ് അകത്തൊരാൾ കിടക്കുകയാണ്. എന്നിട്ട് ആ ദേഹം, മരിക്കാത്ത ദേഹം മൃതദേഹമായി കണ്ട് അയാൾ അടക്കി. ഭയങ്കര രാജകീയമായിട്ടുള്ള ഒരു ഫ്യൂണറൽ പ്രൊസഷനൊക്കെ നടത്തപ്പെട്ടു. ഓർത്ത് നോക്കുക, 32ാമത്തെ വയസ്സിൽ മരിക്കാത്ത ഒരാളെ കല്ലറയിൽ അടച്ചു. എന്നിട്ട് ദ ഗ്രേറ്റ് എന്ന് നമ്മൾ അയാളെ വിളിക്കുന്നു. അയാളൊരു ഗ്രേറ്റ് ഡെഡ് ബോഡിയായി മാറ്റപ്പെട്ടു. ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഓർത്ത് വെക്കുക. മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിക്കുക? ഓർത്ത് നോക്കുക, നിങ്ങൾ വെറും കാറ്റത്ത് പറക്കുന്ന പതിര് മാത്രമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തലാണ്. ഈ തെക്കൻ കാറ്റേറ്റ് നിങ്ങൾ പറന്നു പോകുന്ന പതിര് പോലെ, നിങ്ങൾ പ്രഭാതത്തിൽ വിരിഞ്ഞ പുഷ്പം പോലെ പെട്ടെന്ന് നിങ്ങൾ ഇല്ലാതായി പോകുന്നുണ്ട്, കരിഞ്ഞ് മണ്ണോട് ചേർന്ന് പോകുന്നുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു. ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ എന്നാണ് ഞാൻ സ്വീകരിക്കുക? അടുത്ത ഓർമ്മപ്പെടുത്തൽ നിർവാര്യത. അതായത് ഈ അനിശ്ചിതമായ ലോകത്തിൽ സുനിശ്ചിതമായി സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം മരണമാണ്. അതിനെക്കുറിച്ച് സുനിശ്ചിതമായി ധ്യാനിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിശുദ്ധ ഇറനേവൂസ് ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും മരണം എന്ന് പറയുന്ന സംഗതി. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ തിരക്കുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം ഞാനും മരിക്കും. അന്ന് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡോടുകൂടി എൻ്റെ കർത്താവെ എല്ലാം പൂർത്തിയാക്കിയെന്ന് പറയുവാൻ എനിക്ക് സാധിക്കുമോ? ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ധൃതരാഷ്ട്രർ, പുരാണത്തിലെ കഥാപാത്രം, ഒരു വനത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങി ചെല്ലുമ്പോൾ വനപാലകൻ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അകത്ത് പ്രവേശിച്ച് നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാം. അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നത്. ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഉത്തരം കൊടുത്തു. ഉത്തരം ഇതായിരുന്നു, തൊട്ടു മുന്നിലും തൊട്ടു പുറകിലും തൊട്ടരികിലും ഒരുപാട് പേർ മരിച്ചിട്ടും ഓരോ മനുഷ്യനും ഒരിക്കലും മരിക്കില്ല എന്ന മട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അത്ഭുതം. സത്യമല്ലേ? ഇന്നലെ ഒരാൾ മരിച്ചില്ലേ? നിങ്ങൾ കേട്ടോ ആ വിവരം? നാളെ ഒരാൾ മരിക്കില്ലേ? നമ്മളത് കേൾക്കും. നാളത്തെയും കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾ മരിക്കില്ലേ? അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നമ്മൾ എത്ര പ്രാവശ്യം സെമിത്തേരി പ്രവേശിച്ചു, അവിടെ പോയി മരിച്ചവരെ കണ്ട് മരിച്ചവരെക്കാളും മരിച്ചവരായിട്ട് നമ്മൾ പുറത്തേക്ക് പോകും. എന്തെങ്കിലും ജീവിക്കുന്നവരായിട്ട് പുറത്തു പോയിട്ടുണ്ടോ? അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നിർവാര്യമായിട്ടുള്ള മരണത്തെ ധ്യാനിച്ച് തന്നെ നമ്മൾ നന്നാകുമായിരുന്നു. പണ്ടത്തെ ടിബറ്റൻ സന്യാസി ഇങ്ങനെ എഴുതി, ഇഫ് യു നോ ഹൗ ടു ഡൈ ബിഫോർ യു ഡൈ യു വിൽ നോട്ട് ഡൈ വെൻ യു ഡൈ. മരിക്കും മുമ്പ് മരിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ മരിക്കുന്ന നേരം നിങ്ങൾ മരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു ധ്യാനം നടത്തിയിട്ടുണ്ട്. അതായത് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈഗോയൊക്കെ വെടിയുക. നിർവാര്യമായ മരണത്തിന് മുമ്പിൽ ആദ്യം ഒരു മരണം സ്വീകരിക്കുക. ഈ വാശി, വൈരാഗ്യം, വെറുപ്പ്, നിഷേധാത്മകത ഇതെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഒരു മരണം സംഭവിക്കും. അങ്ങനെയുള്ളവർ പിന്നെ മരിച്ചാലും മരിക്കില്ല. അവർ സ്നേഹത്തോടു കൂടി നല്ല ഓർമ്മകളായിട്ട് ജീവിക്കും. ഈ ഒരു നിർവാര്യതയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചതിനെക്കുറിച്ച് ഉള്ള ഓർമ്മകളാണ് മനസ്സിൽ. ഒരു ജെസ്യൂട്ട്സിൻ്റെ ആശ്രമമാണ്. ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മുൻവശത്ത് എഴുതിയിട്ടുണ്ട് മെമെന്തോ മോറി മെമെന്തോ വീവരെ. അർത്ഥം എന്താണ്? ലത്തീൻ പ്രയോഗമാണത്. മെമെന്തോ മോറി, റിമെമ്പർ ദാറ്റ് യു വിൽ ഡൈ. മെമെന്തോ വീവരെ, റിമെമ്പർ ദാറ്റ് യു വിൽ ലിവ് ആഫ്റ്റർ. അതായത് മരിക്കുമെന്ന് ഓർക്കണം, മരിച്ചതിന് ശേഷം ജീവിക്കുമെന്ന് ഓർക്കണം. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. മെമെന്തോ മോറി, പണ്ടത്തെ ആശ്രമങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചിരുന്നു. മെമെന്തോ മോറി, മനുഷ്യ നീ ഒരു ദിവസം മരിക്കും. അത് ഈ പാരമ്പര്യ രീതി എവിടെ നിന്നാണ് വന്നത്? റോമക്കാരുടെ ഇടയിൽ നിന്നാണ്. റോമക്കാർ യുദ്ധങ്ങളിലൊക്കെ ജയിച്ച് സർവ്വസൈന്യാധിപൻ രഥത്തിൽ കയറി എല്ലാവരുടെയും കരഘോഷങ്ങൾക്കിടയിൽ ഘോഷയാത്ര നടത്തണം. വിക്ടറി പ്രൊസഷനാണ്. ഈ വിക്ടറി പ്രൊസഷൻ നടത്തുമ്പോൾ സർവ്വസൈന്യാധിപൻ്റെ ഒപ്പം കയറി നിന്ന് ഒരു കോർട്ട് ക്ലൗഡ്, വിദൂഷകൻ അയാൾ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും, മെമെന്തോ മോറി,
ഈ ആഹ്ലാദങ്ങളൊക്കെ നടക്കട്ടെ, കയ്യടിയൊക്കെ നടക്കട്ടെ, പക്ഷെ അധികം അങ്ങോട്ട് ഭ്രമിക്കണ്ട, അധികം ഭ്രമിച്ച് വശാകണ്ട. മെമെന്തോ മോറി, നീ ഒരു ദിവസം മരിക്കും. ഒരു ദിവസം മരിക്കും എന്നുള്ളത് ഒരു ചെവിട്ടോർമ്മ പോലെ ഉണ്ടാകണം. ഞാനും കടന്നു പോകും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും ന്യൂനം. അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടുണ്ടാകണം. മെമെന്തോ മോറി, നിർവാര്യമായ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കണം. ഈ ഓർമ്മപ്പെടുത്തലുകളൊക്കെ അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കുറച്ചും കൂടി നല്ല മനുഷ്യരാക്കി നിലനിർത്തുക. ഈ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കേറെ കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കുന്നത്. കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പോർച്ചുഗലിൽ യവോറ എന്ന സ്ഥലത്ത് വളരെ സുന്ദരമായൊരു പള്ളിയുണ്ട്. ഒരു കപ്പേളപ്പള്ളിയാണ്. ആ കപ്പേളപ്പള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് മരിച്ചുപോയ ആളുകളുടെ തലയോട്ടികളും അസ്ഥികളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായതിൻ്റെ പിക്ചറുകളൊക്കെ ലഭിക്കും. എന്താണ് പള്ളിയുടെ പ്രത്യേകത? ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ് ആ പള്ളി ഒരുക്കിയത്. നഗരസഭാധികാരികൾ സിമിത്തേരി പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ ചിതറിക്കപ്പെട്ട തലയോട്ടികളും അസ്ഥികളൊക്കെ പൂജ്യാവശിഷ്ടങ്ങളായി കരുതുന്ന സന്യാസിമാർ അവയൊക്കെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് കപ്പേളപ്പള്ളിയുടെ അലങ്കാരമായിട്ട് ഉപയോഗിച്ചു. അതിസുന്ദരമാണ്, പേടിയൊന്നും തോന്നില്ല. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൈവികതയുടെ സ്പർശമേറ്റ അനുഭവമായിരിക്കും. ഏറ്റവും മുകളിൽ തന്നെ, മുഖപ്പിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, അസ്ഥികളായി തീർന്ന ഞങ്ങൾ അസ്ഥികളായി തീരേണ്ട നിങ്ങളെ കാത്തിരിക്കുന്നു. നല്ല ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനി അകത്തേക്ക് ചെല്ലുന്നു. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അൾത്താരയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പ്രകാശത്തിൽ മരിക്കുന്നു. അതിന് താഴെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ജനിച്ച ദിവസത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മരിക്കുന്ന ദിവസം. അത് സഭാപ്രസംഗൻ്റെ വാക്കുകളാണ്. പിന്നെ തൂണിൽ ഒരു കവിത കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ കവിത എന്താണ്? യാത്രക്കാരാ യാത്രക്കാരാ എന്താ ഇത്ര തിടുക്കം? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമുള്ള മരണമാണത്. അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. ധ്യാനിച്ച് കഴിയുമ്പോൾ നിനക്ക് വെട്ടം കിട്ടും. ആ വെട്ടം കിട്ടിക്കഴിയുമ്പോൾ നിൻ്റെ ഇനിയുള്ള യാത്ര കുറച്ചുകൂടി അർത്ഥപൂർണമായി മാറും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കണം മരണത്തെ. എന്നിട്ട് ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചും നമ്മുടെ നിസ്സഹായതയെക്കുറിച്ചും മരണമെന്ന അനിവാര്യതയെക്കുറിച്ചും നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉൾക്കാമ്പുള്ള മനുഷ്യരായി മാറും. നമ്മുടെ യാത്ര കുറച്ചുകൂടി അർത്ഥപൂർണമായി മാറുകയും ചെയ്യും. അടുത്തത് നിത്യത, അതായത് യാത്രക്കാരാണ്. സെയിൻറ്റ് പോൾ ക്രിസ്ത്യാനിയെ വിളിക്കുന്ന എന്താണ്? ഘർഷവും, പരദേശി എന്നർത്ഥം. സത്യമല്ലേ? അദ്ദേഹം പറയുന്നു, നിൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, അക്കരയ്ക്ക് യാത്ര പോകും സിയോൻ സഞ്ചാരി മാത്രമാണ് നീ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നീ പരദേശിയെ പോലെയാണ്. എന്നാണ് കടന്നു പോവുക? ജാപ്പനീസ് ഹൈക്കുണ്ട്, മഴ പെയ്തപ്പോൾ കയറിയിറക്കാൻ ഇടം മാത്രമാണ് ഈ ലോകം. മഴ മാറുമ്പോൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ജോൺ 23 പാപ്പ ഇങ്ങനെ എഴുതി, അവധിക്കാലം കഴിഞ്ഞ് ലഗേജ് എല്ലാം വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിക്കാത്തിരിക്കുന്ന കുട്ടിയെ പോലെയാണ് ഞാൻ. നമ്മളെല്ലാവരും അതല്ലേ? വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും. തീവണ്ടിയിൽ എഴുതി വെച്ചിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറഞ്ഞ യാത്ര കുറച്ചുകൂടി സുന്ദരമായി മാറും. എന്തിന് ഇത്രയേറെ ഭാരം? ആർത്തിഭാരം, അഹന്തയുടെ ഭാരം, നിഷേധാത്മകതയുടെ ഭാരം, പ്രതീക്ഷകളുടെ ഭാരം. ഇങ്ങനെ ഭാരം എന്തിന് ഇത്രയേറെ? അതൊക്കെ മാറ്റുക. കുറച്ചുകൂടി ജീവിതം സുന്ദരമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരായി നമ്മളെല്ലാവരും മാറും. ഈ നിത്യത സത്യത്തിൽ നമ്മുടെ നിരന്തരമായ സ്വപ്നമായി മാറേണ്ടതല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? നിത്യതയെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. ഒരു സന്യാസി മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യമൊഴികൾ കുറിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അന്ത്യമൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണല്ലോ. അപ്പോൾ അദ്ദേഹം ചെറുചിരിയോട് പറഞ്ഞു, ക്യാൻ യു ഗിവ് എ പീസ് ഓഫ് ബ്രെഡ്? ഒരു അപ്പക്കഷ്ണം തരുമോ? ആളുകൾ അമ്പരന്ന് പോയി. ഇതാണ് അന്ത്യമൊഴി. അപ്പക്കഷ്ണം കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതെടുത്തു പതുക്കെ പതുക്കെ ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് ഹൃദ്യമായ സ്വർഗീയമായ പുഞ്ചിരിയോട് പറഞ്ഞു, ദ ബ്രെഡ് ഈസ് വെരി ടേസ്റ്റി, ദ ബ്രെഡ് ടു കം വിൽ ബി മോർ ടേസ്റ്റി. ഈ അപ്പം വളരെ രുചിപ്രദമാണ്, വരാനിരിക്കുന്ന അപ്പം ഇതിലും രുചിപ്രദമാണ്. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവസാനമായിട്ട് നിർവൃതി. ആവൃത്തിയൊക്കെ മാറുമ്പോൾ നിർവൃതി വരും. ഇറ്റേണൽ ലൈഫ് നിർവൃതിയുടെ ലൈഫാണ്. അതിനെക്കുറിച്ചും
ധ്യാനിക്കേണ്ടത് ആവശ്യമില്ലേ? ഡൊമിനിക് സാവി എന്ന കൊച്ചുകുട്ടി മരിക്കും നേരത്ത് മരണക്കിടക്കിൽ കിടന്ന് അവസാനമായിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലെ കാഴ്ചകളിൽ കുടുങ്ങി കിടക്കരുത്. അതിനേക്കാൾ സുന്ദരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉൾക്കണ്ണ് തുറക്കണം. അങ്ങേയറ്റം പീഡകളൊക്കെ സഹിച്ച് മരിച്ച യോഹന്നാൻ, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടെ ആളുകൾ നോക്കി പറഞ്ഞു, പൂക്കൾ പൂക്കൾ പൂക്കൾ. ഞാൻ പൂക്കൾ മാത്രം കാണുന്നു. അതായത് നിത്യതയുടെ വെള്ളപ്പൂക്കൾ, പനിനീർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. അയാൾ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയൊക്കെ നിർവൃതിയോടുകൂടി മടങ്ങിപ്പോകാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനിലയിലെ ഇതേ ആശുപത്രിയിൽ 22 വയസ്സുകാരനായ ഒരു പയ്യൻ മരിക്കാൻ കിടക്കുകയാണ്. സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ ലങ് ക്യാൻസർ ആയിരുന്നു. അവൻ എഴുതി ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു, കാണണമെന്ന്. ഞാൻ താഴേക്ക് ചെന്നു. അവനിങ്ങനെ സ്വർഗീയമായൊരു പുഞ്ചിരിയോടുകൂടി കിടക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പതുക്കെ കൈ ഉയർത്തി, എന്നിട്ടൊരു വിക്ടറി സൈൻ സമ്മാനിച്ചു. പിന്നെ ഒന്ന് പിടഞ്ഞു, പുഞ്ചിരിച്ചു, മരിച്ചു. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും സുന്ദരമായ മടക്കയാത്ര. അവൻ ഒരു പുഞ്ചിരി പോലെ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു ദിവസം മടങ്ങിപ്പോകണം. അന്നിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി ദൈവമേ, നന്ദി ലോകമേ, നന്ദി പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് ഒരു വിക്ടറി സൈൻ നൽകി മരിക്കാൻ സാധിക്കണം. ഈശോ എന്താ പറഞ്ഞത്? സ്ഥലത്തായി ഞാൻ എല്ലാം പൂർത്തിയാക്കി. അതായത് കടങ്ങളായ കടങ്ങളൊക്കെ വീട്ടി എല്ലാവർക്കും എല്ലാമായി വിഭജിച്ചു കൊടുത്തു. ദൈവമേ നന്ദി, എത്തലസ്ഥായി, എല്ലാം പൂർത്തിയായി. അങ്ങനെ പറയാൻ എനിക്ക് സാധിക്കുമോ? ചിന്തിക്കുക. വെട്ടത്തിൻ്റെ യാത്ര നേരുന്നു. നല്ല യാത്ര നേരുന്നു.